ഓക്കെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചെയ്യുന്നുള്ളത് ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. മോഡൽ വരുന്നുള്ളത് A105 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നുള്ളത് ഫോണിൻ്റെ ഹെഡാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുള്ളത് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാണ്. അപ്പോൾ ഈ മൾട്ടിമീറ്റർ നമ്മളിടുന്ന ഒഴിവാക്കാണ്. മൾട്ടിമീറ്റർ ഉപയോഗിക്കാണ്ട് ആദ്യം നമ്മൾ അതിൻ്റെ DC റീഡിങ് എടുക്കും. അതിന് ശേഷം കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഈ ഒരു ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കംപ്ലീറ്റ് ട്രേസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരിക്കത്തില്ല, പാർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പാർട്ട് 1, പാർട്ട് 2 ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ വീഡിയോ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് DC പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ 5 ആംപിയർ ചാർജർ ഉപയോഗിച്ചിട്ടും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഡെഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് 5 ആംപിയർ റീഡിങ് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം 5 ആംപിയർ റീഡിംഗ് എന്ന് പറയുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വിത്ത് ബാറ്ററി, അതേപോലെ തന്നെ വിത്തൗട്ട് ബാറ്ററിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നതിനുള്ളത് നോക്കാം. ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളത് വിത്തൗട്ട് ബാറ്ററിയാണ്. വിത്തൗട്ട് ബാറ്ററിൻ്റെ അകത്ത് നോർമലാണ് വരുന്നുള്ളത്. അതിന് ശേഷം നമ്മൾ വിത്ത് ബാറ്ററിയും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, വിത്ത് ബാറ്ററിൻ്റെ അകത്തും നോർമലാണ്. ഇത് ഓൾറെഡി ഡിസ്പ്ലേ ഒക്കെ മാറിയിട്ടുണ്ട്. ഫോൺ കസ്റ്റമർക്ക് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. നോ റീഡിങ്. ഇത് ശരിക്കും CPU ഇഷ്യൂ വരാറുണ്ട്. എന്നാൽ നമ്മൾ മാനുവലി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ CPU ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം. അങ്ങനെ ചെയ്യാതുള്ള ഒരു സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സെറ്റ് റിയൽമിൻ്റെ ഒരു ഫോണാണ്. ഇതിൻ്റെ ശരിക്കും ഷോപ്പിൽ നിന്ന് റിട്ടേൺ വന്ന സെറ്റാണിത്, കൊറിയർ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നുള്ളത് ഡെഡാണ്. അപ്പോൾ ഓൾറെഡി ഇത് CPU EMMs ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നുള്ളത് CPU റീഡിംഗ് ആണ് കാണിക്കുന്നത്. CPUൻ്റെ കംപ്ലൈൻ്റ് ഉള്ള റീഡിംഗ് ആണ് നമുക്ക് DC പവർ സപ്ലൈൻ്റെ അകത്തും അതേപോലെ 5 ആംപിയർ ചാർജറിലും കാണിച്ചത്. മാനുവലി ചെക്ക് ചെയ്യാണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കാൻ പാടില്ല. കാരണം ഇത് CPUവും കാര്യങ്ങളൊക്കെ റിബോൾ ചെയ്തിട്ട് വന്ന സെറ്റാണ്. EMMsഉം CPU ഒക്കെ റിബോൾ ചെയ്ത് വന്ന സെറ്റാണ്. ഞാനിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലായത്, നമ്മൾ മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം, പവർ സെക്ഷനിലുള്ള ഒരു കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു ഇതിൻ്റെ കാരണം. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും CPU ചെയ്തത്. അപ്പോൾ മാനുവലി ചെക്ക് ചെയ്യാണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡയറക്റ്റ് പോയിട്ട് CPU അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെയാണ് കൂടുതലും ടെക്നീഷ്യന്മാരും ചെയ്യുന്നുള്ളത്. ഇത് കുറ്റം പറയുന്നതല്ല. നമ്മൾ മാനുവലി ചെക്ക് ചെയ്തതിന് ശേഷം DC റീഡിങ് എടുക്കുക, അതേപോലെ 5 ആംപിയർ ചാർജർ റീഡിങ് എടുക്കുക. ഇതൊക്കെ നോർമലി നമ്മൾ ചെയ്തതിന് ശേഷം മാനുവലി ചെക്ക് ചെയ്യാനുണ്ട്. എല്ലാം DC റീഡിങ്ങിൽ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതേപോലെ 5 ആംപിയറിൽ നമുക്ക് 100% ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല. കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ നമുക്ക് കാണിക്കുന്നത് ചിലപ്പോൾ റോങ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മാനുവലി സ്റ്റിമാറ്റിക് നോക്കിയിട്ട് അത് 1 by 1 ആയിട്ട് അതിൻ്റെ ബൂട്ട് സീക്വൻസ് എങ്ങനെയാണ് വരുന്നതിനുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് കേട്ടോ. ഒരു കപ്പാസിറ്റർ ഷോർട്ട് റിമൂവ് ചെയ്യുമ്പോൾ സെറ്റ് ഓണായി. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ CPU ആണ് ആദ്യം അറ്റാക്ക് ചെയ്തത്. CPU ചെയ്തിട്ട് ആവാതെ വെക്കുമ്പോൾ 2-3 പ്രാവശ്യം ചെയ്ത് ഇതിൻ്റെ CPU റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് കംപ്ലീറ്റ് ക്ലീൻ ആക്കുന്ന സമയത്ത് ഡാമേജ് ആയിട്ടുണ്ട്. നോക്കുമ്പോൾ റീഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. കുറച്ച് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതാണ് കാരണം. ഓക്കെ, അപ്പോൾ DC റീഡിംഗ് അല്ല നമ്മൾ നോക്കേണ്ട, മാനുവൽ ചെക്കിംഗ് ആണ്. DC റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അത് 100% കൺഫേം അല്ല. ഇപ്പം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്ന പല ആളും ചില ആൾ DC റീഡിങ് നോക്കിയിട്ടായിരിക്കും ഫോൺ ചെയ്യാറുള്ളത്. അപ്പോൾ ചില ഫോൺ ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് നോക്കിയിട്ട് മനസ്സിലാവാണ്ട് നമ്മൾ ചിലപ്പോൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളത് മാനുവലി ചെക്ക് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില ആൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് DC റീഡിങ് ഓക്കെയാണ്, പക്ഷെ നമുക്ക് സ്റ്റിമാറ്റിക് നോക്കി ചെക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ചില സമയത്ത് പറയും സ്റ്റിമാറ്റിക് കിട്ടുന്നില്ല മാർക്കറ്റിൽ, ഇതിൻ്റെ ബോർണിയോൻ്റെ അകത്ത് ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഇല്ലെന്ന്. അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പം അങ്ങനെ കൂടുതലായിട്ട് സ്റ്റിമാറ്റിക് നോക്കിയിട്ട് ഈ ബൂട്ട് സീക്വൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ക ഇപ്പോൾ കോൾകോം, മീഡിയാടെക് എന്ന രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ICSനേക്ക് ചൂസ് ചെയ്യാം. കാരണം ബേസിക് ടു അഡ്വാൻസ് ലെവൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ചെക്കിങ് മെത്തേഡും സ്റ്റിമാറ്റിക് ഇല്ലാത്ത മോഡൽ നമുക്ക് എങ്ങനെ സർവീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലേക്ക് ICSലേക്ക് വരാം. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, അതേപോലെ നോർമൽ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ടന്റിലോട്ട് അങ്ങ് പോവാം. നോർമലി റീഡിംഗ് എന്ന് പറയുന്നുള്ളത്, ആംബിയർ റീഡിംഗ് എന്ന് പറയുന്നുള്ളത്
വിത്ത് ബാറ്ററിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്നുള്ളത് 375 മില്ലി ആംബിയർ, 0.300, ശരിക്കും 0.5 ആ റേഞ്ചിലുള്ള ആംബിയർ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെക്ക് ചെയ്യുന്നുള്ളത് പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട്, പവർ സപ്ലൈയിലുള്ള റീഡിങ് മീൻസ് നമ്മൾ റീഡിങ് നോക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ മൾട്ടിമീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓസിലോസ്കോപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. DC റീഡിങ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് കസ്റ്റമർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത്. ഓക്കെ, DC റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല, ഒരു റെസ്പോൺസും നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്തില്ല. അപ്പോൾ കസ്റ്റമർ ബാറ്ററി മാറിയിട്ടുണ്ട്, ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ വോൾട്ടേജ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യാം, കാരണം ബാറ്ററി ഒക്കെ മാറിയിട്ടാണ് കസ്റ്റമർ ഇത് കൊണ്ട് തന്നിട്ടുള്ളത്. എന്നാലും ആദ്യം നമുക്ക് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നുള്ളത് ഇതാ, ഓസിലോസ്കോപ്പ് ഒരു ചാനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, 1 വോൾട്ടേജ് ആയിട്ടിട്ടുള്ളത് ഞാൻ 2 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഓസിലോസ്കോപ്പിനകത്ത് നമ്മൾ ആദ്യം ബാറ്ററി വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യുന്നത്. 2 വോൾട്ടിൽ ഇട്ടതിന് ശേഷം നമ്മൾ ബാറ്ററി വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ 1 വോൾട്ടേജ് ആണ് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് കാണിക്കുന്നുള്ളത്. ബാറ്ററിൻ്റെ ഇഷ്യൂ ആണ്, പക്ഷെ ബാറ്ററി അല്ല, ബാറ്ററി മാറി വെക്കിയതാണ്. പക്ഷേ ഈ ഫോൺ DC ഓൺ ആകേണ്ട ഫോണാണ്, പക്ഷെ DC എന്ത് ചെയ്യുന്നില്ല, ഫോണ് ഓൺ ആകുന്നില്ല, ട്രിഗർ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ഓഫിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. അതും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് തന്നെയാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലോസ്കോപ്പ് നെഗറ്റീവ് ആദ്യമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അതിനുവേണ്ടി ഞാൻ നെഗറ്റീവ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഓക്കെ, നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ആഡ് ചെയ്യാൻ കുറച്ച് സുഖമായിരിക്കും, ചെയ്താൽ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഓസിലോസ്കോപ്പ് വാങ്ങിയിട്ടെല്ലാം ഉള്ള ആൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. നമുക്ക് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സെറ്റ് കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാനുള്ളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളായി. ഓക്കെ, നെഗറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ള സുഖമായിരിക്കും, കാരണം ഫാസ്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് നമുക്ക് ഓൺ ഓഫ് വോൾട്ട് ചെക്ക് ചെയ്യലാണ്. ഓക്കെ, ഓൺ ഓഫിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഓഫ് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഓൺ ഓഫ് വോൾട്ടേജ് വരുന്ന ആ ട്രാക്ക് എങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആദ്യം ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാം. സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം ലേഔട്ട് എടുക്കുക. ലേഔട്ടിൽ നമ്മൾ ആദ്യം കണക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, കണക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ഇതാണ് കണക്ടർ വരുന്നുള്ളത്. ഈ കണക്ടർ കോപ്പി ചെയ്യുക, സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. നമുക്ക് ആ കണക്ടറിലോട്ട് എത്താൻ പറ്റും. ഇതാണ് കണക്ടർ. ഇതിൻ്റെ അകത്ത് VBAT പവർ കീ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക് കൊടുത്തിട്ടുള്ളത്. പവർ കീ വരുന്നുള്ളത് 6ാമത്തെ കണക്ഷനാണ് വരുന്നുള്ളത്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് 10 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ കൊടുത്തിട്ട് പവർ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ VBAT സെക്ഷൻ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പവർ കീയിലേക്ക് വോൾട്ടേജ് വരുന്നതല്ല, പവർ കീയിലേക്ക് VBAT കണക്റ്റ് ആയിട്ടാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ നമ്മളുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യേണ്ടത് 4ാമത്തെ കാല് വരുന്നുള്ളത് VBAT ആണ്. ഓക്കെ, 4ാമത്തതും പിന്നെ വരുന്നുള്ളത് 6ാമത്തെ പിന്നുമാണ്. ഇവിടെ നമ്മൾ ബിറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ അറിയാൻ പറ്റും. ഷോ ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6ാമത്തതും അതേപോലെ 5ാമത്തതുമാണ് വരുന്നുള്ളത് അല്ലേ. 4ഉം 6ഉമാണ് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 4ാമത്തെ പിന്ന് ഇതാണ്. ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്രാക്ക് നേരെ പോകുന്നുള്ളത് VBAT വോൾട്ടേജ് ആണ്. VBAT എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തത് VPH ലൈനാണ് വരുന്നുള്ളത് 4ാമത്തെ പിൻ. അതേപോലെ തന്നെ 6ാമത്തെ പിന്നാണ് ഇവിടെ പവർ കീന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരിക്കലും വോൾട്ടേജ് വരില്ല, കാരണം ഇത് നേരെ ഡയറക്റ്റ് പോകുന്നുള്ളത് നമ്മുടെ പവർ ഐസിൻ്റെ ഉള്ളിലോട്ടാണ്. ശരിക്കും VBAT എന്നൊരു വോൾട്ടേജ് പവർ ഐസിയിലോട്ട് പോകുന്നതാണ്. ഈ ഓൺ ഓഫ് കീയിൽ 2 ടൈപ്പ് സർക്യൂട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാം, ഈ കണക്ടറിൻ്റെ അകത്ത് 6ാമത്തെ പിന്നും 4ാമത്തെ പിന്നുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 4ാമത്തെ പിന്നിലാണ് VBAT വരുന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കാം. ഓക്കെ, നമ്മൾ വോൾട്ടേജ് കൊടുത്ത് അതിന് ശേഷം 4ാമത്തെ പിന്നിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നാലാമത്തേന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 4 വോൾട്ടേജ് കറക്റ്റ് ആണ്, 4.2 വോൾട്ടേജ് കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ 6ാമത്തെ പിന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വോൾട്ടേജ് ഒന്നും കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഓൺ ഓഫ് കീയിലേക്ക് വരുന്നുള്ള രീതിയാണ്. ഈ ഓൺ ഓഫ് കീയിലേക്ക് ആദ്യം വരുന്നുള്ള ട്രാക്ക് എന്ന് പറയുന്നുള്ള VBAT വന്ന് VBAT തമ്മിൽ ഷോർട്ടായി ആ ഒരു വോൾട്ടേജ് ആണ് പവർ കീയിലേക്ക് സിഗ്നലായിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഈ ഒരു കാലിൽ എന്ത് വരുന്നുണ്ട്, 4 വോൾട്ടേജ് വരുന്നുണ്ട്, 4.2 വോൾട്ടേജ് വരുന്നുണ്ട്. കാരണം 4.2 വോൾട്ടേജ് വരാൻ നമ്മൾ അവിടെ ഇട്ടിട്ടുള്ളത് 2 വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പുറത്തെ ഇതിൽ വോൾട്ടേജ് ഒന്നും വരുന്നില്ല, ഒരു വോൾട്ടേജ് പോലും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ ഇത് 2 ഷോർട്ടാകുന്ന സമയത്താണ് ഫോൺ എന്ത് ചെയ്യുന്നുള്ളത്, ഓൺ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓൺ ഓഫ് കീൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല, നമ്മൾ ചാർജ് കുത്തുമ്പോൾ നമുക്ക് കാണാമല്ലോ ചാർജ് ഫുള്ളായിട്ട് ആംപിയർ എടുക്കും. അതൊന്നും ഇല്ല. അപ്പോൾ ഓൺ ഓഫ് കീ അല്ല എന്നുള്ളത് കൺഫേം ആണ്. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെക്ക് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം, നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നുള്ളത് നമുക്ക് ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബൂട്ടിങ് സർക്യൂട്ട് എടുക്കണം, ബൂട്ട് സീക്വൻസ്. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഓൺ ഓഫ് കീ വോൾട്ടേജ് നേരെ പോകുന്നുള്ളത് എവിടെയാണ്, പവർ സെക്ഷനിലോട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എടുക്കുക. പവർ ഐ സി ഇതാണ്. പവർ ഐ സി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പവർ ഐ സിൻ്റെ ചുറ്റും കോയിൽ വരും. ഈ കോയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്ക് കോയിൽ എന്ന് പറയും. ഓക്കെ,
ജസ്റ്റ് കോപ്പി ചെയ്യുക, സ്റ്റിമാറ്റിക്കിലോട്ട് പോവുക, പേസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഐസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഐസിൻ്റെ നമ്പർ വരുന്നുള്ളത് S527. ഇതാണ് ഐസിൻ്റെ നമ്പർ വരുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു നമ്പറാണ് കാണിക്കുന്നുള്ളത്. ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു നമ്പർ വെച്ചിട്ട് ഐസി വാങ്ങാൻ പറ്റും. ഇവിടെ ഉള്ളത് ലൈഔട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം U5002 ആണ് ഈ ഒരു ഐസിൻ്റെ ബോർണിൻ്റെ അകത്ത് നമ്മളെ ലൈഔട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പർ. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ടാണ് സ്റ്റിമാറ്റിക്കിലോട്ട് പോയത്. അപ്പോൾ നമുക്കിവിടെ നമ്പർ കാണാം. അതേപോലെ തന്നെ ഇവിടെ 298 കാണാം. വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പേജോ 3 പേജോ. ഞാൻ വീണ്ടും ഇത് നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഇത് 1, വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അത് 3, വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേജാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പേജ് കൊടുത്തിട്ടുള്ളത് 1, അതേപോലെ 2, അതേപോലെ തന്നെ 3 പേജിൻ്റെ അകത്താണുള്ളത്. ഇത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നുള്ളത് ബക്ക് സെക്ഷനാണ്. ബക്ക് സെക്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 1ാമത്തെ പേജിൻ്റെ അകത്താണ് ഈ ബക്ക് സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഓസിലോസ്കോപ്പിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ആദ്യം ബക്ക് സെക്ഷനിൽ സ്വിച്ച് 1 എന്ന് പറയുന്നുള്ള ലൈനിൻ്റെ അകത്ത് 0.8 വോൾട്ടേജ് ആണ് വരുന്നുള്ളത്. ആ ലൈനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. VDD MIF 0.8 വോൾട്ടേജ്. ഇവിടെ ഈ കോയിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് സ്വിച്ചിങ് നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് ഔട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് സ്വിച്ചിങ്ങും അറിയാൻ പറ്റും, വോൾട്ടേജും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോയിലാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ലൈഔട്ടിൽ പോയതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഫസ്റ്റ് കാണുന്നുള്ള കോയിലാണ് ഇവിടെ വരുന്നുള്ളത്. ഓക്കെ, ഒരു കുഞ്ഞു കോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് 6020. ബിറ്റ് മാപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും. ഈ കാണുന്ന കോയിലാണത്. ഓക്കെ, 2060. ഈ ഒരു ഭാഗത്ത് ഇൻപുട്ടും ഈ ഒരു ഭാഗത്ത് ഔട്ട്പുട്ടും വരുന്നുള്ളത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ അകത്ത് സ്വിച്ചിങ് ഉണ്ടാവും, ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ടാവും. കാരണം ഇതൊരു ബക്ക് സെക്ഷനാണ്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഇൻപുട്ടിൽ നമുക്ക് ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കാണിച്ചു തരാം. അവിടെ സ്വിച്ചിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പ്രോപ്പർ സ്വിച്ചിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് DC വോൾട്ടേജ് ആയിട്ട് കാണിക്കും. ഉണ്ടല്ലോ, വോൾട്ടേജ് മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് വരുന്നുള്ളത് സ്വിച്ചിങ് ലൈനും മറ്റേ ഭാഗത്ത് വരുന്നുള്ളത് വോൾട്ടേജ് ലൈനാണ്. അപ്പോൾ 1ാമത്തെ ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് 1ാമത്തെ ലൈനിൻ്റെ അകത്ത് നമുക്ക് സ്വിച്ചിങ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 0.8 വോൾട്ടേജും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വോൾട്ടേജിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 0.8 വോൾട്ടേജ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ 2ാമത്തെ ലൈനാണ്. നമ്മൾ വീണ്ടും സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യുക. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്വിച്ചിങ് 2 എന്ന് പറയുന്നുള്ളത് വരുന്നുള്ളത് ഈ ഒരു കോയിലാണ് വരുന്നുള്ളത്. അത് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നുള്ളത് 0.8 വോൾട്ടേജ്. ആ സെയിം വോൾട്ടേജാണ് വരുന്നുള്ളത്. 5001 വാല്യൂ വരുന്നുള്ളത്. സോറി, ആ കപ്പാസിറ്ററിൻ്റെ നമ്പർ വരുന്നുള്ളത് ഈ ഒരു സാധനമാണ്. ഓക്കെ, ബിറ്റ് മാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 5001. ഇത് ഇന്ന്, ഇതാണ് ഔട്ട്. അപ്പോൾ ഇവിടെ സ്വിച്ചിങ് നടക്കണം, ഇവിടെ ഔട്ട് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നുള്ളത്. ഈ ഒരു കോയിൽ വിട്ടതിന് ശേഷം ഈ ഒരു കോയിൽ അവിടെ നമുക്ക് കാണാം സ്വിച്ചിങ് പ്രോപ്പർ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ അത് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. വോൾട്ടേജ് 0.8 വോൾട്ടേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നുള്ളത് മാനുവലി ഒരു പഠിക്കുന്ന സ്റ്റുഡൻസിന് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓസിലോസ്കോപ്പാണ്. ഇത് കുറച്ച് അഡ്വാൻസ് ലെവലല്ല. ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓസിലോസ്കോപ്പിനെ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇതല്ല ഇതിൻ്റെ അഡ്വാൻസ് ലെവലുള്ള ഓസിലോസ്കോപ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഓൺലൈനായിരിക്കും. കാരണം
വീഡിയോ കണ്ടുകൊണ്ട് ഇത് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ബക്ക് 1ഉം ചെക്ക് ചെയ്ത് അതേപോലെ ബക്ക് 2ഉം ചെക്ക് ചെയ്ത് LX1ഉം ചെക്ക് ചെയ്ത് LX2ഉം ചെക്ക് ചെയ്ത്. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് LX3 ആണ്. ഓക്കെ, LX3 ചെക്ക് ചെയ്യണം. നമ്മൾ വീണ്ടും സ്റ്റിമാറ്റിക്കിലോട്ട് പോവുക. അതിൻ്റെ നമ്പർ നമുക്കിവിടെ കാണാം 5003 L5003. ഇവിടെ വന്ന് നോക്കിയാൽ മതി ഇത് ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് 5003 എന്ന് പറയുന്നത് ഈ ഒരു കോയിൽ. ആ കോയിലാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്വിച്ചിങ് നടക്കുന്നുണ്ട്. നേരെ വന്നിട്ട് ബ്ലിപ്പർ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വോൾട്ടേജും കാണിക്കുന്നുണ്ട്. എത്ര വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് നോക്കിയോ. ഇവിടെ എത്ര വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സാധനം നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കേട്ടോ. ഇതിൻ്റെ വോൾട്ടേജ് അറിയണമെങ്കിൽ സ്റ്റിമാറ്റിക്കിൽ പോയിട്ട് പോയാൽ മതി. 0.8 വോൾട്ടേജ്. ഈ ഒരു ട്രാക്കിൽ മൊത്തം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം 0.8ഉം ഇവിടെ വരുന്നുള്ളത്. അതേപോലെ SWൻ്റെ അകത്ത് വരുന്നുള്ളത് 1.1 വോൾട്ടേജും അതേപോലെ തന്നെ S6 സെൻസ്. ഓക്കെ, X6ൽ വരുന്നുള്ളത് 1.1ഉം അതേപോലെ X7ൽ വരുന്നുള്ളത് 1.3 വോൾട്ടേജ്. അതേപോലെ തന്നെ സ്വിച്ചിങ് 8ൽ വരുന്നുള്ളത് 2.0 വോൾട്ടേജ് ആണ്. കാരണം ഇത് ലോ വോൾട്ടേജും അതേപോലെ LDO ഹൈ വോൾട്ടേജും ആണ് വരുന്നത്. ഇത് രണ്ട് കേട്ടോ. അതെന്തെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത് 3 ആണ്. ഓക്കെ, 3 നമ്മൾ ചെക്ക് ചെയ്ത്. അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് 4 ആണ്. 4ൽ വരുന്നുള്ളത് 0.8 വോൾട്ടേജ് ആണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് 5004 എന്ന് പറയുന്നുള്ള കോയിലാണ്. ഓക്കെ, 5004 ഏറ്റവും ലാസ്റ്റുള്ള ഈ സാധനമാണ്. ഇത് ഇന്ന് അതേപോലെ തന്നെ ഇത് ഔട്ട്. ഈ ഒരു കോയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്. ഇൻപുട്ടിൽ നമുക്ക് സ്വിച്ചിങ് കാണാൻ പറ്റുന്നുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ ഔട്ടിൽ 0.8 വോൾട്ടേജും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജും ഉണ്ട്, സ്വിച്ചിങ്ങും നടക്കുന്നുണ്ട്. നമ്മൾ DC പവർ സപ്ലൈൻ്റെ അകത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് മാത്രമല്ലേ കാണിക്കത്തുള്ളൂ. ശരിക്കും ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് നമുക്ക് വോൾട്ടേജ് പ്ലസ് സിഗ്നലും അതേപോലെ ഫ്രീക്വൻസി ഇതൊക്കെ നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഇതൊരു അരമണിക്കൂറുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് പാർട്ട് അരമണിക്കൂർ, രണ്ടാമത്തെ പാർട്ട് അരമണിക്കൂർ. കാരണം മാനുവലി ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇത് പറഞ്ഞു തരുന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് 4 ചെക്ക് ചെയ്ത് ഇനി 5 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 5 ചെക്ക് ചെയ്യണം. സിസ്റ്റമാറ്റിക് ഓപ്പൺ ചെയ്യുക. S4 നമ്മൾ ചെക്ക് ചെയ്ത് S5 ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 5005. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ 5005 നമുക്കിവിടെ കാണാം. ഇതാണ് 5005 രണ്ടാമത്തെ കോയിൽ. ഫസ്റ്റ് ഇന്ന് നെക്സ്റ്റ് ഔട്ട് 0.8 വോൾട്ടേജ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റത്തെ കോയിൽ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് കോയിൽ സ്വിച്ചിങ് നടക്കുന്നുണ്ട്. 0.8 വോൾട്ടേജും കാണിക്കുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജും ഉണ്ട് അതേപോലെ തന്നെ സ്വിച്ചിങ്ങും ഉണ്ട്. അപ്പോൾ 5ാമത്തെ ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് 6ാമത്തെ ലൈനാണ്. ഓക്കെ, S6ൽ വരുന്നുള്ള വോൾട്ടേജ് 1.1 വോൾട്ടേജ് ആണ്. 1.1 വോൾട്ടേജ് ആണ് S6ൽ വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോയിൽ വരുന്നുള്ളത് 5006 ആണ്. അപ്പോൾ 5006 എവിടെയുള്ളത് നോക്കാം നമുക്ക്. 5006 ഇവിടെ കാണുന്നുണ്ട്. ഇത് ഇന്ന് ഇത് ഔട്ട്. ഓക്കെ, ഈ കാണുന്ന കോയിലാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. ഇൻപുട്ട് സ്വിച്ചിങ് ഉണ്ട്, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് 1.1 വോൾട്ടേജ് കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകേണ്ടത് S6 ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് S7 ആണ്. S7 പറഞ്ഞാൽ സ്വിച്ചിങ് 7 കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 5007 ആണ്. ഇവിടെ കിട്ടേണ്ട വോൾട്ടേജ് 1.3 വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും നമ്മളെ ബിറ്റ് മാപ്പിൽ പോവുക. 5007 എവിടെയുള്ളേ നോക്കാം. 5007 വരുന്നുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, ഇവിടെയാണ്. ഇത് ഇന്ന് ഇത് ഔട്ട്.
അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് ലോ LDO എന്ന് പറയും. ഈ ഒരു IC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് ആണ് വരുന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ലോ LDO സ്വിച്ചിങ് നടക്കുന്നുണ്ട്. ലോ LDOയിൽ ഔട്ടിൽ 1.3 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ആ ലൈനും ഓക്കെയാണ്, ലോ LDOയും ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് S7 ആണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത്, സോറി, S7 നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ വന്നുള്ളത് S8 ആണ്, ILDO. ഓക്കെ, 5008 അതിൻ്റെ നേരെ മേലെയാണുള്ളത് അല്ലേ, 5008. ഇതും അങ്ങനെയാണ്, ഇവിടെ നിന്ന് വരും ഒരു ഇൻപുട്ട്, അതേ സാധനം നേരെ അതേ പവർ ഐസിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഔട്ട്പുട്ടായിട്ടും. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഓക്കെ, പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ILDO ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ചിങ് ഉണ്ട്. നെക്സ്റ്റ് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ 2 വോൾട്ടേജും കാണിക്കുന്നുണ്ട്. ഓക്കെ, 2.0 വോൾട്ടേജും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ X6 X8ഉം കൂടി ചെക്ക് ചെയ്ത് അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് S9 ആണ്. S9ൽ വരുന്നുള്ള വോൾട്ടേജ് 0.8 വോൾട്ടേജാണ്. L5009 എന്ന് പറയുന്നത് 5009 ആണ് ഇതിന് നമ്പർ വരുന്നുള്ളത്. 5009. ഇതിവിടെ കാണുന്ന രണ്ടാമത്തെ കോയിൽ, ഇന്ന് ഔട്ട്. അയ്യായിരത്തി 9. ഓക്കെ, മേലെന്ന് കാണുന്ന രണ്ടാമത്തെ കോയിൽ, ഇവിടെ കാണുന്ന രണ്ടാമത്തെ കോയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോറി, ഇൻപുട്ടിൽ സ്വിച്ചിങ് നടക്കുന്നുണ്ട്, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ട്, 0.8 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് എന്താണ്, ഓക്കെയാണ് അല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബക്ക് സെക്ഷൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്, ബക്ക് 1 മുതൽ നമ്മൾ 9 വരെ ചെക്ക് ചെയ്ത്, ഇതിൻ്റെ അപ്പുറം ബക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബക്ക് സെക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. ഇവിടെയാണ് ബക്ക് സെക്ഷൻ വരുന്നുള്ളത്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബക്കല്ല, LDOs ആണ്. ഓക്കെ, ഇവിടെ ബക്കല്ല, ഇത് കൺട്രോളിങ് ലൈൻ. ഓക്കെ, നമ്മുടെ പവർ സെക്ഷൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ആദ്യം ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്യാതെ കംപ്ലൈൻ്റാണ്. അത് നമ്മളെ ക്രിസ്റ്റലിൻ്റെ പ്രശ്നം കൊണ്ട് വരും. അപ്പോൾ ക്രിസ്റ്റൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അല്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൻ്റെ അകത്ത് നമ്മളെങ്ങനെ ക്രിസ്റ്റൽ ചെക്ക് ചെയ്യാൻ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ LDO സെക്ഷനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണാം. ഓക്കെ.